നമസ്തേ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സാറാണ്. സർ, 15 വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാമെന്ന സുപ്രീം കോടതി വിധി ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന സാമാന്യ ബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഋതുമതിയായ മുസ്ലിം പെൺകുട്ടിക്ക് ഇത്തരം വിവാഹത്തിന് അവകാശമുണ്ടെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വിചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉത്തരവ് പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു വിധി ലവ് ജിഹാദ് പോലുള്ള സങ്കേതങ്ങൾക്ക് പ്രോത്സാഹനമാകുമോ എന്ന ആശങ്ക ഉയരുന്നില്ലേ? സാറിന് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് BV നാഗരത്നയുടെ ബെഞ്ച് പുറപ്പെടുവിച്ചൊരു വിധിയാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള ചോദ്യത്തിന്റെ കാരണം. നമുക്കറിയാം, ഭാരതം എന്ന് പറയുന്നൊരു മതേതരത്വ രാജ്യമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായ പ്രാധാന്യവും ഒരു മതവിഭാഗത്തിന് പോലും പ്രത്യേകമായ സ്വാതന്ത്ര്യവും ഇല്ലാതിരിക്കുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ മതേതരത്വ സർക്കാരും മതേതരത്വ നിയമങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് എന്നാണ് സാധാരണ ജനങ്ങളുടെ വിശ്വാസം. പക്ഷെ ആ വിശ്വാസങ്ങളെയൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ വിധി. ഈ രാജ്യത്തെ വിവാഹത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഒരു ആൺകുട്ടിക്ക് 21 വയസ്സും പെൺകുട്ടിക്ക് 18 വയസ്സും പൂർത്തിയായാൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിയമം തന്നെയാണ്. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട്, 2006 നിയമം. ആ നിയമം അനുസരിച്ച് ഒരു ആൺകുട്ടിക്ക് 21 വയസ്സും പെൺകുട്ടിക്ക് 18 വയസ്സും തികഞ്ഞാൽ മാത്രമേ വിവാഹത്തിന് സമ്മതം നൽകാനും വിവാഹത്തില് പങ്കാളിയാവാനും സാധിക്കുകയുള്ളൂ. പക്ഷെ ഈ രാജ്യത്തെ ഏകീകൃത സിവിൽ നിയമം വേണമെന്ന് വളരെ പതിറ്റാണ്ടുകളായി ആവശ്യപ്പെടുന്ന സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതുമായി ബന്ധപ്പെട്ട പരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് ഒരു ഏകീകൃത സിവിൽ കോഡ് എന്ന നിയമം. ഈ ഏകീകൃത സിവിൽ കോഡ് നിയമം അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് 18 വയസ്സ് പൂർത്തിയാകുന്ന ഒരു പെൺകുട്ടിക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ ഒക്കുകയുള്ളൂ എന്ന നിയമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് 18 വയസ്സ് വേണ്ട, 15ഓ 16ഓ വയസ്സ് പൂർത്തിയായ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹത്തിലെ പങ്കാളിയാവാൻ സാധിക്കും എന്നുള്ളത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പോക്സോ ഉൾപ്പെടെയുള്ള നിയമങ്ങളുണ്ട്. പോക്സോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മൈനറായ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള പീഡനം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു കുറ്റമാണ് എന്ന് ഈ പോക്സോ നിയമം പറയുന്നു. അതനുസരിച്ച് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള പ്രവൃത്തിക്ക് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് നിയമം. ആ നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ ഈ 16 വയസ്സാണ് ഇസ്ലാമിക നിയമപ്രകാരമുള്ള പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് പറയുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ ചോദ്യത്തിൽ ചോദിച്ച ഒരു കാര്യമുണ്ട്, ഇത് ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമോ എന്നുള്ളത്. അത് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ലവ് ജിഹാദിന് ഇരകളാകപ്പെടുന്ന മറ്റു മതങ്ങളിലെ പെൺകുട്ടികളെ അവരുടെ ആ ഒരു കൗമാര കാലഘട്ടത്തിൽ തന്നെ അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും ഈ മതം മാറ്റുന്നതിന് വേണ്ടി അവരെ തയ്യാറാക്കി നിർത്തി 18 വയസ്സ് തികയുന്ന ദിവസം, ചിലപ്പോൾ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രായം 18 ആവാം, ആ 18 വയസ്സ് തികയുന്ന ദിവസമാകുമ്പോഴേക്കും ഇവരെ ഇസ്ലാമിക വിശ്വാസികളാക്കി മാറ്റിക്കൊണ്ട് പെട്ടെന്ന് തന്നെ വിവാഹം നടത്താനുള്ള ഒരു സാഹചര്യം ഈ സുപ്രീം കോടതിയുടെ വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് നടപ്പാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അന്നേരം രാജ്യത്തെ നിയമങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഈ സുപ്രീം കോടതിയുടെ ഈ വ്യാഖ്യാനം മൂലം ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതി നിയമത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടല്ല ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായ കാരണങ്ങളാലാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാങ്കേതികമായിട്ട് ദേശീയ വനിതാ കമ്മീഷന് ഇത്തരത്തിലുള്ളൊരു കേസ് കൊടുക്കാൻ എന്താണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് ചോദിച്ചാണ് കേസ് തള്ളിയിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തെ ഈ നിയമം മൂലം, ഈ വ്യാഖ്യാനം മൂലം ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാരതം ലോകത്തിലെ മുസ്ലിം ജനസംഖ്യയുള്ള ലോകത്തിലെ 2ാമത്തെ രാഷ്ട്രമാണ്. ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രം. ആ ഇന്തോനേഷ്യയിൽ പോലും ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, മഹാഭൂരിപക്ഷവും ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ഇന്തോനേഷ്യയിൽ 19 വയസ്സാണ് ഒരു പെൺകുട്ടിക്ക് വിവാഹപ്രായം എന്നുള്ള നിയമം. അതേപോലെ തന്നെ ഈജിപ്തില് 18 വയസ്സും പാകിസ്ഥാനില് 16 വയസ്സും സൗദി, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ 18 വയസ്സുമാണ്
മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്നിരിക്കെ ഈ ഭാരതത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അന്നേരം ആർട്ടിക്കിൾ 14 അനുസരിച്ച് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് ഒരു നിയമം ഒരിടത്ത് നിൽക്കുന്നു. പോക്സോ നിയമപ്രകാരം 18 വയസ്സാണ് മേജർ ആകുന്നതിന്റെ പരിധി എന്ന് ഒരു നിയമം പറയുന്നു. ഈ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ മറുപുറത്ത് 16 വയസ്സുള്ള അല്ലെ 15 വയസ്സുള്ള പ്യുബർട്ടി ആയ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാമെന്ന് പറയുന്ന ഇരട്ടത്താപ്പും അല്ലെങ്കിൽ നിയമത്തിന്റെ തെറ്റായ വ്യാഖ്യാനവും സൃഷ്ടിക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്തുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്. സർ, മുസ്ലിം പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇസ്ലാമിക മതമൗലികവാദികൾ ഉന്നയിക്കുന്ന ആവശ്യമല്ലേ ഈ കോടതി വിധിയോടെ അംഗീകരിക്കപ്പെടുന്നത്? പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ വിവാഹത്തിന് നിയമപരമായി അനുമതി നൽകിയാൽ അത് മതത്തിന്റെ പേരിൽ നടക്കുന്ന ലൈംഗിക പീഡനവും ചൂഷണവും വ്യാപകമാവില്ലേ? രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ബാധകമായ ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകതയിലേക്കല്ലേ സർ ഈ സാഹചര്യം വിരൽ ചൂണ്ടുന്നത്? എന്താണ് സാറിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ പോലെ ഈ അടുത്ത കാലത്ത് തനി ഇസ്ലാമിക നിയമത്തിലേക്ക് പൂർണ്ണമായും കടന്നു വന്ന ഇറാനില് അടുത്ത കാലത്ത് അവിടുത്തെ സർക്കാർ 9 വയസ്സാക്കി പെൺകുട്ടികളുടെ വിവാഹപ്രായം. ക്രമേണ ഭാരതത്തിലും ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ മുസ്ലിം പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി മാറ്റാനുള്ള ഒരു ആസൂത്രിത ശ്രമം ഈ നിയമത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു കയർപ്പെടണമെന്നുണ്ട്, 18 വയസ്സ് പൂർത്തിയാകേണ്ടതുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു കരാർ തന്നെയാണ്. ആ കരാറ് കൊടുക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായ വളർച്ച ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്രകാരം ശാരീരികവും മാനസികവുമായ വളർച്ച ഉറപ്പുവരുത്തുന്ന ഈ ഭാരതത്തിലെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഒരു പൗരൻ വോട്ട് ചെയ്യുന്ന പ്രായം പോലും 18 വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്രകാരം ഒരു പൗരനെ മേജറാക്കി ഡിക്ലെയർ ചെയ്യുന്ന 18 എന്ന് പറയുന്ന വയസ്സിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു വിവാഹത്തിന് വേണ്ടിയുള്ള കൺസെന്റ് കൊടുക്കാനുള്ള ഒരു മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള നിലവാരം ഉണ്ടായി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? സാധാരണ അല്ലെ താഴെ തട്ടിലുള്ള ഇസ്ലാമിക കുടുംബങ്ങളിലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിന്റെ വ്യാഖ്യാനം വലിയൊരു ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. കാരണം അവരൊക്കെ അടിമ മനോഭാവത്തോടുകൂടി ആ കുട്ടികളെ വളർത്തുകയും മാതാപിതാക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് അവരെ വിവാഹ മാർക്കറ്റിലേക്ക് തള്ളിവിടാനും ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനം വഴിതെളിക്കുമെന്നുള്ളത് സത്യമാണ്. ഈ ഇസ്ലാമിക നിയമം നമുക്കറിയാം, എല്ലാ കാര്യത്തിലും നമ്മുടെ രാജ്യം മതേതരത്വമാണ്, എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണെന്ന് പറയുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇസ്ലാമിക വനിതകൾക്കും ഇസ്ലാമിക യുവതികൾക്കും ഒക്കെ അവരുടെ ആരാധനാ സ്ഥലത്ത് പുരുഷന്മാരോടൊപ്പം ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകാത്തത്? അപ്പോൾ ഒരു ഭാഗത്ത് നിയമത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പഴുതുകൾ രാജ്യത്ത് ധാരാളമായി കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തയ്യാറാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. സുപ്രീം കോടതിയുടെ വിധികളൊക്കെ തന്നെ വിമർശനത്തിന് വിധേയമാണ്. അല്ലാതെ അവർ പറയുന്നതെല്ലാം പരമമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഈ ഒരു കാര്യത്തിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധിയെ സാധാരണ ജനങ്ങൾ തെറ്റായി കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്താൽ അതിനെ കുഴപ്പമായി കരുതാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഇത് മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കുകയും ഇത് മറ്റു തരത്തില് ഇവിടെ ഒരു ജനസംഖ്യാ വർധനവിന് കൂടി കാരണമായി തീരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എന്റെ കൂട്ടുള്ള ചില വ്യക്തികളുടെ വിലയിരുത്തൽ. അതെ സർ, സർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിവാഹിതനാക്കാനുള്ള അനുമതി നിയമപരവും മനുഷ്യാവകാശപരവുമായ മൂല്യങ്ങളോട് വെല്ലുന്നതാണ്. മതനിയമത്തിന്റെ പേരിൽ ഇളവുകൾ അനുവദിക്കുന്നത് ബാലാവകാശങ്ങളുടെ ലംഘനത്തിനും ലൈംഗിക പീഡനത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുമാണ്. എന്തായാലും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച സാറിന് നന്ദി.